ഹലോ എവരി വൺ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഷെയ്ഡിംഗ് ആണ്. അതായത് പലതരം ഷെയ്ഡിങ് ടൈപ്സ് ഉണ്ട്, പലതരം പേരിലാണ് അറിയുന്നത്. പക്ഷേ ബേസിക് ആയിട്ടുള്ള 6 ടൈപ്പ് ഷെയ്ഡിങ് ഞാൻ ഇന്ന് പഠിപ്പിച്ചു തരാൻ പോവാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഓൾറെഡി അറിയുന്നതായിരിക്കാം. ഓരോ ഷെയ്ഡിങ്ങിനും ഓരോ ഭംഗിയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇന്ന ഷെയ്ഡിങ് ചെയ്യൂ എന്നൊന്നും പറയാനില്ല. നിങ്ങൾക്ക് നിങ്ങളെ വരയ്ക്കുന്ന ഏത് പിക്ചറിനും ഈ ഒരു ഷെയ്ഡിങ് കൊടുത്താൽ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും, അതിൻ്റെ ഭംഗിയും മനസ്സിലാവും. സോ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്ന രീതിയിൽ ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഹാച്ചിങ്. ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ട് സിംഗിൾ ലൈൻ കൊടുത്തുകൊണ്ട് പോകുന്നതാണ് ഹാച്ചിങ് എന്ന് പറയുന്നത്. നമ്മളെ പോർട്രേറ്റ്സ് ആയിക്കോട്ടെ, ലാൻഡ്സ്കേപ്സ് ആയിക്കോട്ടെ, അവിടെ എല്ലാം ഈ ഷെയ്ഡിങ് നമുക്ക് കൊടുക്കാം. ഇനി നെക്സ്റ്റ് വൺ ക്രോസ് ഹാച്ചിങ്, അതായത് ക്രോസ് ലൈനിൽ പോകണം. ഹാച്ചിങ്ങിൻ്റെ സെയിം ആണ്, നെയിം പോലെ തന്നെ ക്രോസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് വൺ ആണ് കോണ്ടൂർ. അതായത് ഇവിടെ തിന്നായിട്ട് കൊടുത്തോണ്ട് ഞാൻ കട്ടി കൂട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി സ്ക്രിബിൾ എന്ന് പറയുന്നത് നെയിമിൻ്റെ പോലെ തന്നെ നമ്മൾ നന്നായിട്ട് സ്ക്രിബിൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ കുറച്ച് ഡാർക്കനായിട്ട് സ്ക്രിബിൾ ചെയ്യുന്നു. ഈ എൻഡിലോട്ട് എത്തുമ്പോൾ നമ്മൾ കുറച്ച് തിന്നാക്കി കൊടുക്കുന്നു, പ്രഷർ വല്ലാണ്ട് പെൻസിലിന് കൊടുക്കാണ്ടിരിക്കുന്നു. ഇനി നമുക്കിവിടെ ഒന്നുകൂടി ഡാർക്കൻ ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതാണ് സ്റ്റിപ്ലിംഗ്. സ്റ്റിപ്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, റിസ്റ്റിൻ്റെ മൂവ്മെൻറ്റ് കൊണ്ട് കുറേ ഡോട്ട് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ റൈറ്റ് കോർണറിൽ നല്ല കുറേ അടുപ്പിച്ച് ഡോട്ട്സ് ഇടുകയാണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് കോർണറിൽ ടോപ്പിൽ എന്ത് ചെയ്യും, ലൈറ്റായിട്ട് മാത്രം കുത്തിട്ട് കൊടുക്കും. കുറച്ച് ക്ഷമ പരീക്ഷിക്കുന്ന പരിപാടിയാണെങ്കിലും ഒരു പിക്ചറിൽ ഇത് അപ്ലൈ ചെയ്താൽ നല്ല ഭംഗിയാണ് കാണാൻ. അടുത്തത് സ്മഡ്ജിങ് ടെക്നിക്ക് നമ്മൾ നല്ല വൃത്തിയിൽ എല്ലാം സ്മഡ്ജ് ചെയ്ത് കൊടുക്കണം. അത് സ്റ്റമ്പ് പറഞ്ഞിരുന്നല്ലോ ഞാൻ, ടോട്ടിലോൺ ഓർ സ്റ്റമ്പ്, അത് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഇയർബഡ്സിൻ്റെ കോട്ടൺ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്ലെയിൻ കോട്ടൺ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം. അങ്ങനെ ഇത് എന്ത് ചെയ്യുക, അലിയിച്ച് ഭയങ്കര നീറ്റായിട്ടുള്ള ഒരു ഷെയ്ഡിങ്. ഷെയ്ഡിങ്ങിന് ഓരോ ടെക്നിക്കും നമ്മൾ ഓരോ പിക്ചറിൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സെയിം ഒരു പിക്ചർ വരയ്ക്കാം. എന്തെങ്കിലും ഒരു സർക്കിളോ അല്ലെങ്കിൽ ഒരു ഓറഞ്ച്, ഒരു ആപ്പിളോ, അങ്ങനെ നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ഷേപ്പ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടെക്നിക്ക് നന്നായിട്ട് ട്രൈ ചെയ്തിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ടെക്നിക്കും എത്രത്തോളം ഭംഗിയാണെന്നും ഏതൊക്കെ പിക്ചറിൽ ഇത് കൊടുക്കുമ്പോഴാണ് രസം തോന്നുന്നത്. എൻ്റെ കയ്യിൽ ഞാനൊരു കോട്ടനാണ് യൂസ് ചെയ്യുന്നത്. ഈ കോട്ടനുള്ളൂ ഇപ്പോൾ സ്റ്റമ്പിൻ്റെ കയ്യിൽ നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ഓരോ ഷെയ്ഡിങ്ങും ഓരോ ഡ്രോയിങ്ങിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. നമുക്ക് ഏത് ഷെയ്ഡിങ്ങാണോ കൂടുതൽ ഇഷ്ടമായത് അത് എടുത്താൽ മതി നമ്മുടെ ഡ്രോയിങ്ങിൽ. പക്ഷേ ഈ ഷെയ്ഡിങ്ങിൻ്റെ ടൈപ്സ് ഒന്ന് പഠിച്ചു വെക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.